അങ്ങനെ തൃക്കാക്കരയിലെ തിരുവോണ സദ്യയ്ക്ക് തുടക്കമായിരിക്കുന്നു. രാവിലെ 10:30 മന്ത്രി പി രാജീവാണ് ഇത് സംബന്ധിച്ച് ഈ ഭദ്രദീപം കൊളുത്തി ഈ സദ്യയ്ക്ക് തുടക്കമിട്ടത്. നമ്മളൊപ്പം ഇപ്പോൾ വിശിഷ്ടാതിഥികളൊക്കെ ഉണ്ട്. AN രാധാകൃഷ്ണനുണ്ട്. ഈ തൃക്കാക്കരയിൽ കാലങ്ങളായിട്ട് സദ്യ കഴിക്കാറുണ്ടോ? സാധാരണ ഉത്തരാടത്തിനാണ് വരാറ്. സാധാരണ തറവാട്ടിലാണ് ഊണ്. ഇക്കുറി തിരുവോണം നാറിൽ നമ്മുടെ ഈ പ്രധാന തറവാട്ടിലേക്ക് മാറ്റി. എന്തായാലും ഹാപ്പി ഓണം. സന്തോഷം. തീർച്ചയായിട്ടും അങ്ങനെ എല്ലാ വിവിധങ്ങളായിട്ടുള്ള ആളുകളുണ്ട് ഇവിടെ ഈ സദ്യ ഉണ്ണാനും മറ്റുമായിട്ട്. നമ്മോടൊപ്പം ഇപ്പോൾ മന്ത്രി പി രാജീവ് ഉണ്ട്. നമുക്ക് മന്ത്രിയോടുകൂടി ഒന്ന് ചോദിക്കാം. ഇക്കുറിയും തൃക്കാക്കരയിൽ ഓണസദ്യ അല്ലേ? എല്ലാ വർഷവും ഇവിടെ തന്നെയാണ്. നമ്മുടെ മണ്ഡലത്തിന്റെ ഒരു അഭിമാനമാണല്ലോ തൃക്കാക്കരയിലെ 10 ദിവസം നീണ്ടുനിൽക്കുന്ന ഓണാഘോഷങ്ങൾ. ഇത്തവണ എല്ലാ ദിവസവും സദ്യ ഉണ്ടായിരുന്നു. ഇപ്പോൾ പരിപ്പും പപ്പടം കഴിഞ്ഞു, സാമ്പാർ കഴിഞ്ഞു, മറ്റതിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. ചൂരൽമല ദുരന്തത്തിന് ശേഷം കേരളം ഒരു വീണ്ടെടുക്കലിന്റെ ഘട്ടത്തിലാണ്. യെച്ചൂരിയുടെ വിടവാങ്ങലിന്റെ വേദനയുണ്ട്. അതിനെല്ലാം മറികടക്കുന്നത് ഇത്തരത്തിലുള്ള ഒത്തുചേരലിലൂടെയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരും ഒരുപോലെ ജീവിക്കുന്ന ഒരു കാലത്തിന് വേണ്ടി ഒന്നിച്ച് പ്രവർത്തിക്കാം. ഒരിക്കൽ കൂടി ഓണാശംസകൾ. തീർച്ചയായിട്ടും. സാധാരണ മന്ത്രിയുടെ ഭാര്യ കൂടിയുണ്ട് നമ്മളൊപ്പം. ഈ സാധാരണ മന്ത്രി ഇങ്ങനെ കിട്ടാറില്ല ഒരുമിച്ച്. ഇതിപ്പോ തൃക്കാക്കരയിൽ ഇവിടെ ഒരുമിച്ച് കിട്ടിയല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതെ അതെ, സന്തോഷമുണ്ട്. ഇന്നലെ രാത്രിയാണ് വന്നത് ഡൽഹിയിൽ നിന്ന്. അപ്പം ഇന്ന് രാവിലെ ഓണം ഒരുമിച്ച് ഉണ്ണാൻ പറ്റി. എന്തായാലും മന്ത്രിക്കും ഭാര്യയ്ക്കും ഒരുമിച്ചിരുന്ന് ഓണം കഴിക്കാൻ രണ്ടുപേർക്കും ഓണാശംസകൾ. അതോടൊപ്പം നമ്മുടെ MP മക്കളൊക്കെ ഉണ്ട് പുറകില്. അപ്പോൾ അവരൊരുമിച്ചാണ്. MP കൂടി നമ്മോടൊപ്പം ചേരുന്നു. എങ്ങനെയുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം? എല്ലാ വർഷവും 35 വർഷമായി ഓണം ഇവിടുന്ന് കഴിക്കുന്നത്. ഇവിടെ നിന്ന് ഓണം ഉണ്ണുന്നത് ഒരു കുടുംബത്തിൽ നിന്ന് ഓണം ഉണ്ടെന്ന് എൻ്റെ സംതൃപ്തിയാണ് ഇവിടെ ഉള്ളത്. ഈ പ്രാവശ്യത്തെ ഓണവും നമുക്കറിയാം, അല്പം വേദന വയനാടിൻ്റെ പശ്ചാത്തലത്തിലുണ്ടെങ്കിലും ഓണം എന്ന ദേശീയ ഉത്സവത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നു. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും സഹഭാവനയുടെയും സന്ദേശമാണ് ഓണം ഒതുക്കുന്നത്. അത് ഇവിടെ നിന്നും ഈ ഭക്ഷണം കഴിച്ച് ഓണത്തിൽ പങ്കെടുക്കുമ്പോൾ കൂടുതൽ സംതൃപ്തി ഉണ്ടാകുന്നു. എല്ലാവർക്കും എൻ്റെ ഓണാശംസ. എൻ്റെ കുടുംബം എല്ലാം ഏതായാലും ഒരുമിച്ച് ഓണം ഉണ്ണാൻ പറ്റിയല്ലേ? അതെ അതെ, ഇവിടെ വരുന്നതുകൊണ്ട് ഓണം ഉണ്ണല്ലോ ഒരുമിച്ച് എപ്പോഴും നടക്കും. തൃക്കാക്കര വന്നതുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് കുടുംബമായിട്ടാണ്. അതെ അതെ, ഞങ്ങള് കുറെ നാളായി ഇവിടെ വന്നാണ് ഊണ് കഴിക്കാറ്. ഇപ്പൊ ഞങ്ങൾ ചാലക്കുടിയിലേക്ക് താമസം മാറ്റിയെങ്കിലും ഊണ് കഴിക്കാൻ വേണ്ടി ഇവിടെ വേണം. തീർച്ചയായിട്ടും അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ ഇവിടെ ഈ സദ്യ ഉണ്ണുവാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സദ്യ തുടങ്ങിയിരിക്കുന്നു. ഈ സദ്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ സദ്യ കഴിക്കുക എന്നത് തന്നെയാണ്. കാരണം ഓണത്തിൻ്റെ ഒരു പെരുമ തുടങ്ങുന്നത് തൃക്കാക്കരയിൽ നിന്നാണ്. അത് തൃക്കാക്കരയിലെ ഈ അത്തം മുതൽ തിരുവോണം വരെയുള്ള ഈ 10 ദിവസക്കാലമാണ് ഇവിടുത്തെ ആഘോഷം. ആ ആഘോഷത്തിൽ പങ്കുചേരാൻ തൃക്കാക്കരയിലെ എല്ലാവരും എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ തൃക്കാക്കരയ്ക്ക് പുറത്തുള്ള ആളുകളുമൊക്കെ ഇവിടെ എത്തിച്ചേരും. രാവിലെ 10:30 തുടങ്ങുന്ന സദ്യ ഏകദേശം വൈകിട്ടോടുകൂടിയൊക്കെ തീരുകയുള്ളൂ. അപ്പോൾ അത്രയേറെ ഉണ്ട് തൃക്കാക്കരയുടെ ആ പെരുമ. എങ്ങനെയുണ്ട് തൃക്കാക്കരയിലെ ഭക്ഷണം? സൂപ്പർ. കാലങ്ങളായിട്ട് കഴിക്കാറുണ്ട്? ഇല്ല, ആദ്യമായിട്ടാണ്. എവിടെന്നാ വരുന്നത്? ഞാൻ ചോറ്റാനിക്കരയിൽ ആഗ്രഹം കൊണ്ട് വന്നാണ്. ആഗ്രഹം സഫലീകരിച്ചു. അത് 2 ഇല കിട്ടി. ഇവിടെ 2 ഇല കിട്ടി. ഔചാരികമായിട്ട് 2 ഇല കൂടി കിട്ടി. അങ്ങനെ തൃക്കാക്കരയിൽ ആദ്യമായിട്ട് വന്ന് 2 ഇലയും ഒക്കെ കഴിച്ച് അങ്ങനെ 68 വർഷമായിട്ട് എനിക്കൊന്ന് എറണാകുളം തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നിട്ടില്ല ഇതുവരെ. ഭയങ്കര ആഗ്രഹമായിരുന്നു, അതുകൊണ്ട് വന്നായിരുന്നു. അങ്ങനെ ഈ എല്ലാവരുടെയും ആഗ്രഹങ്ങൾ നിറവേറ്റുക കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ ഇക്കുറി ഓണത്തിന് എല്ലാവർക്കും കഴിയട്ടെ. വേണുവിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.